സംഗ്രീ പാവന ശ്രുതിലയമാ ശ്രുതിഗീതം ശ്രുതിഗീതം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ സ്തുതിപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒട്ടേറെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഇതിൽ ഒരു ഭാഗമാണ് വിശുദ്ധ പൗലോസും സീലാസും കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അവർ പിറ്റേ ദിവസം ശിരച്ഛേദനം, അതാണ് അവർക്കുള്ള ശിക്ഷ. അവരുടെ കരങ്ങളിൽ ചങ്ങലകളുണ്ട്, കാരാഗൃഹത്തിന് അകത്തുമാണ്. അവർ സ്തുതിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ ഈ ചങ്ങലകൾ പൊട്ടുന്നു, കാരാഗൃഹ വാതിൽ തുറക്കുന്നു. പെട്ടെന്ന് അവിടെ പുറത്തുനിന്ന പടയാളികൾ ആകെ പരിഭ്രമമായി അകത്തേക്ക് നോക്കി. അവിടെ തന്നെ ഉണ്ടവർ, പോയിട്ടില്ല. ഏറ്റവും വിരോധാഭാസമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഈ പുറത്തു നിൽക്കുന്ന പടയാളികൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അവർ അകത്ത് കാരാഗൃഹത്തിൽ കിടക്കുന്നവരോട് ഒരു ചോദ്യം: രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ ഒരു ദൈവകരം കണ്ടിട്ടാണ് അത് ചോദിക്കുന്നത്. സത്യത്തിൽ കാരാഗൃഹത്തിനകത്ത് കിടക്കുന്ന പൗലോസും സീലാസും വേണം ഈ ചോദ്യം ചോദിക്കാൻ. രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? തിരിച്ചാണിത് സംഭവിക്കുന്നത്. നോക്കൂ, ഒരു സ്തുതിപ്പ്, ആ സ്തുതിപ്പ് പൂർണ്ണ ഹൃദയത്തോടെയുള്ള സ്തുതിപ്പാവുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ മാറും. എത്ര കണ്ട് അന്ധകാരത്തിലാണെങ്കിലും പുതിയ പ്രകാശത്തിലേക്കും പുതിയ വാതായനങ്ങൾ തുറന്ന പുതിയ വഴിയിലേക്കും നമ്മൾ നീങ്ങും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബൈബിൾ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മൾ ദുഃഖത്തിലാണോ, ബന്ധനത്തിലാണോ, നിരാശയിലാണോ, ഒന്നേ ഉള്ളൂ മാർഗം: ദൈവത്തെ സ്തുതിക്കുക. തന്മൂലം ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും എന്ന ഓർമ്മപ്പെടുത്തലോടെ സ്മൃതിഗീതം ആരംഭിക്കുകയാണ്. സ്മൃതിഗീതത്തിൽ നമ്മോടൊപ്പം പതിവ് പോലെ ചെറിയാൻ കുനിയന്തോടത്തച്ഛനുണ്ട്. അദ്ദേഹം CMI സഭാംഗമാണ്. അദ്ദേഹം മലയാള ഭാഷാ പണ്ഡിതനാണ്. ഏതാണ്ട് 80ഓളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അച്ഛന്റെ ഈ 80 കൃതികളിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ബോധധാര രീതിയിലുള്ള ഒരു മഹാകാവ്യത്തെ പറ്റിയാണ്. അത് തേജോമയൻ എന്നാണ് ആ കാവ്യത്തിന്റെ പേര്. ഏതാണ്ട് 600 പേജിലധികം വരും. വിശുദ്ധ പൗലോസ്ലീഹയുടെ ബോധധാരയിലൂടെ ക്രിസ്തു ചരിതം ആവിഷ്കരിക്കുകയാണ് ഇവിടെ അച്ഛൻ അതിലൂടെ ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഇങ്ങനെ ഒരു ബോധധാരയിലൂടെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അച്ഛൻ മാത്രമാണ്. അച്ഛന്റെ ക്രിസ്തീയ ഭക്തിഗാന ശേഖരവും മറ്റ് കാര്യങ്ങളുമെല്ലാം പലപ്പോഴായി നമുക്ക് അറിയാം. അച്ഛന്റെ ചിന്തകൾ, അച്ഛന്റെ നമ്മോടൊപ്പമുള്ള സാന്നിധ്യം എല്ലാം ഈ എപ്പിസോഡിന് അനുഗ്രഹമാണ്. ഇനിയുണ്ട് നമ്മോടൊപ്പം സർവശ്രീ ബേണി ഗ്നീഷ്യസ്. അവരുടെ സിനിമ പിന്നണി ഗാന രംഗത്തെയും അതുപോലെ ക്രിസ്തീയ ഗാന രംഗത്തെയും വിശേഷങ്ങൾ നമുക്ക് ധാരാളമായി അറിയാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന മനോഹരമായ ചിത്രം, അതിലൂടെയാണ് അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 37 വർഷമായി അവർ വളരെ സജീവമായി സംഗീത രംഗത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ 37 വർഷക്കാലം ഇപ്പോഴും സജീവമായി തുടരുന്ന സഹോദരന്മാരായ സംഗീത സംവിധായകർ ഇവർ മാത്രമായിരിക്കും. മൂവരും അവരുടെ സജീവ സാന്നിധ്യം നൽകി നമ്മുടെ ഈ എപ്പിസോഡിനെ മനോഹരമാക്കുന്നു. വളരെ സ്നേഹത്തോടെ മൂവരെയും നമുക്ക് ഈ മനോഹര അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമ്മൾ ശ്രീ AJ ജോസഫ്, സ്നേഹത്തോടെ വിളിക്കുന്ന ജോസഫ് മാഷ്, അദ്ദേഹത്തിന്റെ 2ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഏത് ഗാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എന്ത് ചിന്തകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് ആരംഭിക്കേണ്ടത്? കാവൽ മാലാഖമാരെ കണ്ണടക്കരുതേ, താഴെ പുൽത്തൊട്ടിയിൽ രാജരാജൻ മയങ്ങുന്നു. വളരെ പ്രസിദ്ധമായ ഗാനമാണ്. കാവൽ മാലാഖമാരെ പറ്റി പറയുമ്പോൾ ഞാൻ മാലാഖ എന്നൊരു പദത്തെ പറ്റി അല്പം പറയണം. കാരണം മാലാഖ എന്നുള്ള മലയാളമല്ല,
കേൾക്കുമ്പോൾ മലയാളമാണെന്ന് തോന്നുന്നു. അത് അറമായ ഭാഷയിൽ മാലാഖായാണ്, ഖായല്ല. മലയാളത്തിലേക്ക് വന്നപ്പോൾ ഖായായി. അറബിയിൽ മലക്കാണ്, മലക്കുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാലാഖമാർ. അതുപോലെ തന്നെ കാവൽ മാലാഖയുണ്ട്, സാധാരണ മാലാഖയുണ്ട്. പിന്നെ ലൂസിഫറിനെ പറ്റി കേട്ട് കാണും. അതിന്റെ അർത്ഥം പ്രകാശവാഹകൻ എന്നാണ്. പക്ഷേ ഒരു മാലാഖയാണ് ഈ ലൂസിഫറായി തീർന്നത്, പിശാചായി തീർന്നത്. പിശാചികളുടെ നേതാവാണ് ലൂസിഫർ. മാലാഖമാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല, എപ്പോഴും ജാഗരൂകരാണ്. അപ്പോഴാണ് ഞാനിത് പറയാൻ കാരണം. എന്തുകൊണ്ടാണ് കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുത് എന്ന് പറയുന്നത്? പറയേണ്ട ആവശ്യമില്ല. അവർ കണ്ണടക്കിയില്ല, കണ്ണടക്കിയില്ല. അടക്കരുത് എന്നുള്ള പ്രയോഗത്തിന്റെ ആവശ്യമില്ല. പക്ഷേ കവി പറയാണ്, കാവൽ മാലാഖമാരെ കണ്ണടക്കരുതേ, പുൽത്തൊട്ടിയിൽ രാജരാജൻ മയങ്ങുന്നു. അതിന്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കണ്ണടച്ചു പോയാൽ പോലും അതെ ഈ ശ്രദ്ധ കുറഞ്ഞു പോകുന്നതാണ് പുൽത്തൊട്ടിയിൽ കേൾക്കുന്ന ശിശുവിനെ നോക്കുന്ന കാര്യത്തിൽ. പിന്നെ ഇവിടെ നിന്ന് ശാസ്ത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കാവ്യഭാവനയിൽ വന്നാണ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണീശോയെ എപ്പോഴും സൂക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ കണ്ണടക്കരുത്. ആ ഗാനമാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഗാനത്തിന്റെ ഏതെങ്കിലും ചിന്താശകലങ്ങൾ ചിന്താശകലം അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ ആശയം തന്നെയാണ്. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുത് എന്ന് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ആശയം അദ്ദേഹം തന്നെ സംഗീതം ചെയ്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. തന്നെയുമല്ല, ഇതില് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് അറിയാൻ പാടില്ലാത്ത നമ്മൾക്ക് അവര് കണ്ണുപോലും അടയ്ക്കാതെ ഒരു ഇമേജ് ഇമ്മാതെ ഈ പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ കാത്തുകൊള്ളണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. അതെ, അതൊരു പുതിയ ആശയം. നമ്മള് ചെറുപ്പത്തിലെ തന്നെ നമ്മളോട് കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എല്ലാവർക്കും ഒരു കാവൽ മാലാഖ ഉണ്ടാവും. നമ്മളെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഒരു കാവൽ മാലാഖ ഉണ്ടാവും. അതെ, അത് യേശുക്രിസ്തുവിന് ആ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇത് പാട്ട് കേൾക്കുമ്പോഴാണ് ഒരു ഇമാജിൻ വരുന്നത്. യേശുക്രിസ്തുവിന്റെ വരുന്ന മാലാഖ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വഴികാട്ടിയായിട്ട് വന്ന മാലാഖയാണ്. മറ്റൊരു കാവൽ മാലാഖയായിട്ട് ഒരാള് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുന്നത് ഇദ്ദേഹം. അതെല്ലാം കാവൽ മാലാഖയോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളൊരു മെസ്സേജും കൊടുക്കും. അത് തന്നെയല്ല കാവൽ മാലാഖമാരെന്ന് പറയുന്നത് ഒരാളല്ല, പലരുണ്ട്. ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പേര് കേട്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ലൂസി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, എല്ലാവർക്കും ഉള്ള പേരാണ്, ഒരു സെയിന്റിന്റെ പേരാണ്. ലൂസിഫർ എന്ന് പറയുന്നത് ഒരു മാലാഖയുടെ പേരായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ ചെകുത്താന്മാരുടെ ലീഡറായത് എന്ന് നമുക്കറിയില്ല. അപ്പൊ അതെന്താണെന്ന് അച്ഛനോട് ചോദിക്കുന്നത്. ലൂസിഫർ എന്ന വാക്ക് വരുന്നത് ലൂക്സ് പ്രകാശം, ഫെറോ വഹിക്കുക, അപ്പൊ പ്രകാശവാഹകൻ എന്നർത്ഥമാണ്. ഇനി ഈ മാലാഖ എന്തുകൊണ്ടാണ് ലൂസിഫർ എന്ന പിശാചിന്റെ തലവനായത്? മനുഷ്യനായി തീരുന്ന ദൈവത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല, വാഴ്ത്തുകയില്ല എന്നൊരു ശഠിച്ച ഒരാളാണ് ലൂസിഫർ. അതുകൊണ്ടാണ് ആ മാലാഖയെ പിശാചായിട്ട് തരം താഴ്ത്തി പിശാചിക്കളുടെ നേതാവായി എന്ന് പറയപ്പെടുന്നത്. ശരി. അങ്ങനെ ഒരാൾ മാത്രം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു വ്യൂഹം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പിശാചികളുണ്ടായി. കാവൽ മാലാഖമാരെ കണ്ണടക്കരുതേ, മാലാഖമാർ കണ്ണടക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് കണ്ണടക്കരുതേ പറയുന്നത്? അങ്ങനെയെല്ലാമുള്ള പല പല കാര്യങ്ങളും ഇതേ ചൊല്ലി ഉണ്ടെങ്കിലും നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഗാനമെല്ലാം പാടി വലിയ പരിശുദ്ധാത്മ നിറവിലേക്കും ആ ക്രിസ്മസിന്റെ അനുഭവത്തിലേക്കും തണുപ്പിലേക്കും ഒക്കെ വരുന്നു. തീർച്ചയാണ് ഇത്തരം ഗാനങ്ങൾ പാടുമ്പോൾ നമ്മൾ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടല്ല ഈ ഗാനങ്ങൾ സ്വീകരിക്കുന്നത്. അതിന്റെ ലാളിത്യവും അതിന്റെ സംഗീതത്തിന്റെ ആസ്വാദ്യതയും തന്നെ. അതിൽ ജോസഫ് മാഷ് വളരെ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വശം. ഈ ഗാനം കാവൽ മാലാഖമാരെ കണ്ണടക്കരുതേ, താഴെ ഈ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു.
പക്ഷെ ഇനി ജോസഫ് മാസ്റ്റർ ഏത് ഗാനത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്? 23-ാം സങ്കീർത്തനം വളരെയേറെ പ്രശസ്തമാണ്. പല ദേവാലയങ്ങളിലും അത് ആലപിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് പല വേർഷൻസ് ഉണ്ട്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഈ 23-ാം സങ്കീർത്തനം KJ ജോസഫ് സാർ സംഗീതം ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയതാണ്. യഹോവയാൻ ദൈവമൻ ഇടയനത്രേ. അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും വിധം സുന്ദരമായി ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. യഹോവ എന്ന പദം തന്നെ ആ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ വെച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ നമ്മൾ ആധുനിക കാലത്ത് കർത്താവ് എന്റെ ഇടയനാവെന്ന് പറയാറുണ്ട്. ആ പഴമ അങ്ങനെ തന്നെയല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അതെ. അപ്പൊ യഹോവ എന്ന വാക്ക് ഉപയോഗിച്ചത് ആ പഴയ നിയമത്തിന്റെ പശ്ചാത്തലം കൂടി ഉൾക്കൊള്ളുന്നതാണ്. അതാണ് ആ സങ്കീർത്തനത്തിന്റെ സവിശേഷതയായി എനിക്ക് തോന്നുന്നത്. സങ്കീർത്തനത്തിൽ കർത്താവ് എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോ കവി അത് യഹോവയെ ആക്കി, അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്? ആ പ്രയോഗത്തിൽ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ പഴയ നിയമത്തിന്റെ പശ്ചാത്തലവും കൂടി ഉൾക്കൊള്ളിച്ച് യഹോവയാം ദൈവമൻ ഇടയനത്രേ. അതെ. 23-ാം സങ്കീർത്തനത്തിന്റെ ഗാനരൂപം ഞാൻ പല വേർഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സംഗീതാത്മകമായി ഒരു പാട്ട് കേൾക്കുന്ന സുഖത്തോടെ കേട്ടത് ജോസഫ് മാഷ് കമ്പോസ് ചെയ്ത് കേട്ടപ്പോഴാണ്. അല്ലെങ്കിൽ സാധാരണ സങ്കീർത്തനം ഒരു ഗാനം പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് 2 ബാറൊക്കെ എക്സ്ട്രാ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ താളത്തിൽ നിന്നൊക്കെ ഞാൻ മാറിക്കിടക്കും. അതും ചിലപ്പോൾ മുഴച്ചു കിടക്കും. പിന്നെ സങ്കീർത്തനമല്ലേ എന്ന് കരുതി നമ്മൾ ആ സംഗീതം കേൾക്കുന്ന അതേ സുഖത്തോടെ ആയിരിക്കില്ല ആസ്വദിക്കുന്നത്. നമ്മൾ സങ്കീർത്തനമാണല്ലോ എന്ന് കരുതിയാണ് ആസ്വദിക്കുന്നത്. ഇതങ്ങനെയല്ല, ഒരു പാട്ട് കേൾക്കുന്ന അതേ സുഖത്തോടെ അതേ ഭക്തിയോടെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അദ്ദേഹത്തെ പറ്റി എനിക്ക് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. 3-ാമത്തെ സിനിമ അദ്ദേഹം ചെയ്തത് പ്രേംപ്രകാശിന്റെ നിർമ്മാണത്തിൽ. പ്രേംപ്രകാശനാണ് അതിന്റെ പ്രൊഡ്യൂസർ. അതിൽ അദ്ദേഹം പതിവിന് വിപരീതമായിട്ട് ഒരു മുസ്ലിം സോങ് ചെയ്തിട്ടുണ്ട്. അതിനൊരു സന്ദർഭം കിട്ടി കാണും. വളരെ പ്രശസ്തമായ ഗാനമാണ്. അതും മമ്മൂട്ടി ചിത്രം തന്നെയാണ്. അത് കാരുണ്യ കതിർവീശി റംസാൻ പിറ തെളിയുമ്പോൾ. എല്ലാരും കേട്ട് കാണാം. വളരെ ഫേമസ് ആയിട്ടുള്ള അങ്ങനെ വെറൈറ്റി ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് അദ്ദേഹം അതിലൂടെ തെളിയിച്ചു. പിന്നെ ഒരു കനൽ കാക്ക എന്നൊരു സിനിമ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരു പടവും കൂടി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ 3 പടമാണ് നമുക്ക് അറിയാവുന്നത്. മറ്റതൊക്കെ റിലീസായോ എന്ന് എനിക്ക് നിശ്ചയില്ല. അദ്ദേഹം സിനിമയിൽ ചെയ്ത ഗാനങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ ആ മേഖലയിൽ ആ കാലഘട്ടത്തിൽ അത്ര കണ്ടൊരു പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അല്ല, എന്തുകൊണ്ടാണെന്ന് ചാൻസ് തേടി അലഞ്ഞിട്ടില്ല. ഒന്നത്. രണ്ടാമത് പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരും നിരന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഇത് ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. അതെ. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ക്രിസ്തീയ ഭക്തി ഗാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഏതാണ് ഒരു 4 വരി നമുക്കൊരു മുഴുവൻ ഗാനം പരിചയപ്പെടുത്താതെ ബെൻചേട്ടൻ സാറിന് ഏറ്റവും പ്രശസ്തമായ ജനങ്ങൾ കേട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്നേഹപ്രതീകത്തിലെ പാട്ട്. അതെ. അപ്പൊ അതില് തന്നെ ഒരു പാട്ട് പാടാം. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും. അതിന് പ്രത്യേകത ദൂരെ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം തന്നെ രചയിതാവിന്റെ ദൂരെ. എനിക്ക് ദൂരം ഫീൽ ചെയ്യും, ആ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. അത് ദേവരായ മാസ്റ്ററൊക്കെ സ്കൂളാണ്. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. നല്ലൊരു പഞ്ച് മാത്രമല്ല, അദ്ദേഹത്തിന് വെസ്റ്റേൺ അതിന്റെ അറിവുള്ളതുകൊണ്ടാണ് ചക്ക ചക്ക ഇങ്ങനൊരു താളത്തിൽ നല്ലൊരു മെലഡി ഉണ്ടാക്കാൻ സാധിക്കും. വെസ്റ്റേൺ ടൈപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ മെലഡി കിട്ടിയില്ലെന്ന് വരും. മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മെലഡി ഇതെങ്ങനെയല്ല, മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന മെലഡി വെസ്റ്റേൺ സമ്പ്രദായത്തിൽ. ഈ ഒരു ടെമ്പോയിൽ ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു ടെമ്പോയിൽ അതിലൊരു മെലഡി വരിക എന്നുള്ളത് ഇത്തിരി പ്രയാസകരമായിരിക്കും അല്ലെ? അല്ലെങ്കിൽ 3 രാജാക്കന്മാർ എത്തി എന്നുള്ള ഇമേജ് നമുക്ക് ഈ പാട്ടിലൂടെ കിട്ടും. നമ്മൾ ജോസഫ് മാഷയുടെ അടുത്ത ഗാനത്തിലേക്ക് പോകുന്നു. യഹോവയാം ദൈവമൻ ഇടയനത്രേ. 23-ാം സങ്കീർത്തനം ഗാനരൂപത്തിലാക്കിയിരിക്കുന്നതാണ്. അവിടുന്ന് പച്ചയായ പുൽത്തകിടിയിൽ എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. മനോഹരമായ ഈ സങ്കീർത്തന ഭാഗം അത് ഒട്ടും ചോർന്നു പോകാതെ അതിന്റെ
എന്താ പറയുക, ആ സങ്കീർത്തന ഭാഗത്തിന്റെ പവിത്രത ഒട്ടും ചോർന്നു പോകാതെ അത് കവിതാത്മകമാക്കി സംഗീതം ചെയ്ത് രസമായി ജോസഫ് മാഷ് ചെയ്തിട്ടുണ്ട്. ആ ഗാനം നിങ്ങളിലേക്ക്. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻവടിമേ. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻവടിമേ. യഹോവയാം ദൈവമൻ ഇടയനത്രേ. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികളിൻ നടുവിൽ. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികളിൻ നടുവിൽ. ശിരസിനെ എന്നും തൃക്കൈകളാ അഭിഷേകം ചെയ്യുന്നു. എന്നുടെ പാനപാത്രമെന്നെന്നും നിറഞ്ഞിടുന്നുന്നതൻ കരുണയാലേ. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. യഹോവദന്നാലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമാ. യഹോവദന്നാലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമാ. യഹോവയാം ദൈവമൻ ഇടയനത്രേ. ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ. ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. ചേട്ടാ, നമ്മുടെ ജോസഫ് മാഷിന്റെ ഒരു അന്ത്യനിമിഷങ്ങൾ, അതേക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്? ഞാനത് അച്ഛനോട് ചോദിക്കാൻ നേരിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളേതായാലും അദ്ദേഹം 1945 ജനിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. ഏത് കാലഘട്ടം വരെ അദ്ദേഹം ജീവിച്ചു, എന്നാണ് മരിച്ചത്, എത്ര വയസ്സിൽ മരിച്ചു എന്നൊക്കെ എനിക്കൊരു വ്യക്തമായ രൂപം കിട്ടാൻ വേണ്ടി അച്ഛനോട് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. 2015 ഓഗസ്റ്റ് മാസത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. 70 വയസ്സ്. രുദം
നല്ല പ്രായമാണ്. 70 വയസ്സ് വരെ അദ്ദേഹം ആക്റ്റീവ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അതെ, 70 വയസ്സ് വരെ ആക്റ്റീവ് ആയിരുന്നു. അതെ, അതുകൊണ്ട് നമുക്ക് തോന്നും കുറെ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ കൂടുതൽ ഗാനങ്ങൾ ലഭിക്കുമായിരുന്നു തോന്നുന്നു. ഇന്നിപ്പോ 70 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര പ്രായമൊന്നുമല്ല, ആളുകൾ കൂടി ജീവിക്കുന്നുണ്ടല്ലോ. അതെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ജീവിതകാലം അത്ര ദീർഘമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. എങ്കിലും സാമാന്യം നല്ലൊരു കാലം അദ്ദേഹം ജീവിച്ചു എന്ന് പറയാം. ആ കാലം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹം കൊയർ മാസ്റ്റർ ആയിരുന്ന പള്ളിയിൽ തന്നെയാണ്, ലൂർദ് ചർച്ചിൽ തന്നെ. അദ്ദേഹത്തിന്റെ ഭാര്യ പൊന്നമ്മ, പിന്നെ ഒരു മകൾ മകൻ മരിച്ചുപോയി അല്ലേ? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൻ മരിച്ചു എന്നാണ് അറിഞ്ഞത്. എനിക്ക് അദ്ദേഹമായിട്ട് 1-2 കാര്യങ്ങളിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പോയത് മറ്റൊരു ചാനലിന്റെ ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖം വന്നിട്ടുണ്ട് ഞാനുമായിട്ടുള്ളത്. അപ്പോ അദ്ദേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും സംഗീതത്തിൽ വളരെ സജീവനായിരുന്നു. വീട്ടിൽ തന്നെ ചെറിയൊരു റെക്കോർഡിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ പ്രതീക്ഷയായിരുന്നു. പുതിയ സംഗീതം, അദ്ദേഹം പുതിയൊരു CD മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ ഫോട്ടോസ് കാണുമ്പോൾ ഒന്നെങ്കിൽ കീബോർഡ് വായിച്ച് അല്ലെങ്കിൽ തൊപ്പിയൊക്കെ വെച്ച് പ്രത്യേക രീതിയാണ്. ഒരു മാലയൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത തോന്നും. അതെ, വേറെ ആൾക്കും ഇല്ലാത്തൊരു ശൈലിയാണ് അദ്ദേഹത്തിന്റെ. അതെ. 70 വയസ്സിലും ഈ ആക്റ്റീവ് ആയിരുന്നു അങ്ങേറ്റം വരെ എന്ന് പറയുമ്പോൾ സംഗീതത്തെ അദ്ദേഹം മടുത്തിരുന്നില്ലെന്നാണ്. ഇല്ല, ഒരിക്കലും സംഗീതം മടുത്ത ഒരു നിമിഷം ഉണ്ടായി കാണുമല്ലോ. അത് മാത്രമല്ല വളരെ ശുഭപ്രതീക്ഷയുള്ള ആളായിരുന്നു. കുറെ തകർച്ചകളും കാര്യങ്ങളൊക്കെ മാസ്റ്റർ ജീവിതത്തിൽ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസങ്ങളാണ് അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടായത്. നല്ല ഉണർവും ഉത്തേജനവും നൽകുന്ന പാട്ടുകളാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ശോകഗാനങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയാം. ഇത് ജോസഫ് മാസ്റ്ററുടെ 2ാമത്തെ എപ്പിസോഡായിരുന്നു. വളരെ നന്നായി തന്നെ പോയി എന്നാണ് എന്റെ ചിന്ത. പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ തന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്നും ഇതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കാനും ജീവിക്കാനുമുള്ള കൃപ, അനുഗ്രഹം പരിശുദ്ധാത്മ നിറവ് ദൈവം നൽകട്ടെ. നന്ദി. ജോസഫ് മാർ, ശ്രീ AJ ജോസഫ്, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്. അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലൂടെയും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലൂടെയും ഗാനരചനയുടെ വൈശിഷ്ട്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ എപ്പിസോഡ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണമേ എന്ന വലിയ ആഗ്രഹം, പ്രാർത്ഥന. നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ